എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ വിഷു ഫലം 2026 വിഷു ഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ വിഷു ഫലം ആണ്. കഴിഞ്ഞ ഒരു കാലയളവിൽ വളരെയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചു വരുന്ന നക്ഷത്രക്കാരായിരിക്കും ഈ പൂയം നക്ഷത്രക്കാർ. അതിൽ നിന്നുമൊക്കെ മാറ്റം സംഭവിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷുവർഷം. ഈ വർഷത്തിൽ വളരെയധികം ദൈവാധീനം പൂയ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ ഇടവരും. പ്രധാനമായും ആരോഗ്യ വർധന ഈ വർഷം ഉണ്ടാകും. അത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും ആർക്കും ആരോഗ്യപരമായി വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ കുറേ നാളുകളായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കും പൂയം നക്ഷത്രക്കാർ. ഈ വർഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാം മാറി നല്ല ഒരു വിജയം ഉള്ള ഒരു വർഷമായിരിക്കും 2026 വിഷു വർഷം പൂയം നക്ഷത്രക്കാർക്ക്. പ്രണയത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ 2026 വിഷു വർഷം. അതുപോലെ തന്നെ മേലധികാരികളുടെയോ സുഹൃത്തുക്കളുടെയോ ഭാഗത്തു നിന്ന് വളരെയധികം സങ്കടകരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടുത്ത ബന്ധുവിൻ്റെ വിയോഗവും ഈ പൂയ നക്ഷത്രത്തിന് ഈ 2026 വിഷു വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൂയ നക്ഷത്രത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും ഈ 2026 വിഷു വർഷം. വിദേശത്ത് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് എഴുതുന്ന പരീക്ഷകളെല്ലാം പാസ്സാകാനുള്ള സാധ്യതയുണ്ട്. സ്കോളർഷിപ്പൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായി വളരെയധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ഒരു കാലയളവാണ് ഈ 2026 വിഷു വർഷം. കാരണം സാമ്പത്തികമായി നല്ല നേട്ടം ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. അതുകൊണ്ട് കുടുംബപരമായി ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ വിലപ്പെട്ട ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളോ മറ്റോ ഒക്കെ കയ്യിൽ വന്നു ചേരേണ്ട ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം. തൊഴിൽപരമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അത് മേലധികാരികളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ തന്നെ ആയിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് മുൻപോട്ട് പോവുക. ഉദ്യോഗാർത്ഥികളായിട്ടുള്ള പൂയ നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം. ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവരാണ് എങ്കിൽ PSC ടെസ്റ്റൊക്കെ എഴുതി ഇരിക്കുന്നവരാണോ എങ്കിൽ അവർക്ക് ഈ 2026 വിഷു വർഷം വളരെ അനുകൂലമായ ഒരു സമയമാണ്. വിവാഹത്തിന് വളരെയധികം നല്ല അനുകൂലമായ സമയമാണ്. ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും ശരി. ദോഷപരിഹാരാർത്ഥം പൂയ നക്ഷത്രക്കാർ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായി പൂയം നക്ഷത്രം സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ ഭജനം നിർബന്ധമായി ചെയ്യുക. സുബ്രഹ്മണ്യ ഗായത്രിയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ അഷ്ടോത്തരി ശതനാവലിയോ ജപിക്കുന്നത് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ കീർത്തനങ്ങൾ രാവിലെയും വൈകുന്നേരവും വളരെ ഭക്തിയോടെ ജപിക്കുന്നത് വളരെ ഉത്തമമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകവും പനിനീരഭിഷേകവും ഒക്കെ നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. 6 പ്രാവശ്യം വലം വച്ച് പ്രാർത്ഥിക്കുക. അതുകഴിഞ്ഞ് സാഷ്ടാംഗം പ്രണമിക്കുന്നതും സ്ത്രീകളാണെങ്കിൽ ദണ്ഡ നമസ്കാരം ചെയ്യുന്നതും ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഗണപതി ഭഗവാനെ നന്നായി സ്തുതിക്കുക. ഗണപതി അമ്പലത്തിൽ നാളികേരം ഉടയ്ക്കുക, കർഗമാല സമർപ്പിക്കുക, ഗണപതി ഗായത്രി ചൊല്ലുക തുടങ്ങിയവ ചെയ്യുക. അടുത്തതായി ശിവപാർവതി ഉള്ള ക്ഷേത്രത്തിൽ ജലധാര, ദേവിക്ക് ചുമന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക, കൂവളമാല സമർപ്പിക്കുക. അങ്ങനെയുള്ള വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് വന്നാൽ പൂയം നക്ഷത്രക്കാർക്ക് ഈ വിഷു വർഷം 2026 വിഷു വർഷം വളരെ ഗുണകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും. എല്ലാ പൂയം നക്ഷത്രക്കാർക്കും ഒരു നല്ല വർഷമായിരിക്കട്ടെ ഈ 2026 വിഷു വർഷം എന്ന് ആശംസിക്കുന്നു.